വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 34 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത്. തേനീച്ച ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. തേനീച്ച ആക്രമണങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ആദ്യം തേനീച്ച ആക്രമണം റിപ്പോർട്ട് ചെയ്തത് കല്ലാറിലാണ്. ജനുവരി 21 ഇവിടെ 4 പേർക്ക് പെരുന്തീനീച്ചയുടെ കുത്തേറ്റു. ഫെബ്രുവരി 12 മാവടിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഫെബ്രുവരി 16 മൂന്നാർ നല്ലതണ്ണി കുറുമല ഡിവിഷനിൽ സ്ത്രീകളടക്കമുള്ള 25 പേർക്കാണ് കുത്തേറ്റത്. ഇതേ ദിവസം തന്നെ രാമചന്ദ്രൻ എന്ന വയോധികൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. ഏറ്റവും ഒടുവിലാണ് വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്ന വയോധിക തേനീച്ചയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. നെടുങ്കണ്ടം 50 ഏക്കർ സ്വദേശിനി തുളസിയാണ് തേനീച്ച ആക്രമണത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വേനൽ കടക്കുന്നതോടെ പെരുന്തേനീച്ചയുടെ ആക്രമണം പതിവാണ്. കാട്ടിൽ ചൂട് കൂടുമ്പോൾ നാട്ടിലേക്ക് ഇവ കൂട്ടമായി എത്തും. ഇവയിൽ പക്ഷികളും മറ്റും കൊത്തുമ്പോഴാണ് ഇവ ആക്രമണം അഴിച്ചുവിടുന്നത്. തേനെടുക്കുവാനും മറ്റും അശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അശാസ്ത്രീയമായിട്ടാണ് തേനെടുക്കാൻ വേണ്ടി നാട്ടുകാർ തേനീച്ചയുടെ റാക്കുകൾ കത്തിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും അടങ്ങും. അപ്പോൾ തേനീച്ച അവിടെ നിന്ന് പലായനം ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ണി കണ്ടവരെല്ലാം തേനീച്ച കുത്തിയാണ് പോകുന്നത്. തേനീച്ച കൂട്ടത്തോടെ ആയിരക്കണക്കിനും 10,000-കണക്കിന് തേനീച്ച വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വനത്തിലെ ആദിവാസികൾ തേനെടുക്കുന്ന രീതിയിൽ എടുത്തില്ലെങ്കിൽ അപകടമാണ്. തേനെടുക്കാൻ വരുന്നവർ തേൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് ഉപദ്രവമാവോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതേസമയം തേനീച്ച ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. തേനീച്ചയുടെയോ കടന്നലിന്റെയോ ആക്രമണമുണ്ടായി മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. ഇതും കൃത്യമായി നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.